പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ്. ന്യൂ ഇയറിൻ്റെ തലേന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന ഒരു ഫാമിലി ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷാർജ അജ്മാൻ ബോർഡറിലാണ് കേട്ടോ, ഒരു ബേർഡ് സാങ്ച്വറി സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പം എല്ലാ ഇയറിലും ഈ ഡിസംബർ 31 12 o'clock ആ ടൈമിൽ ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടാകാറുണ്ട് ഷാർജയിൽ. പക്ഷേ ഇത്തവണ ഷാർജയിൽ അത് അലോ ചെയ്തില്ല. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പകലുള്ള ട്രിപ്പ് ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ നമ്മൾ ദൂരെയൊന്നും പോകാൻ ആ ടൈം പറ്റില്ല. തിരിച്ച് വരുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആവും. അപ്പം നമുക്ക് മോർണിംഗ് ഡേ ടൈമിലൊന്ന് എവിടെയെങ്കിലും പോയിട്ട് വരാമെന്നുള്ള അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തൊരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത്. എന്നിട്ട് വാസിറ്റ് വെറ്റ്ലാൻഡ് സെൻറ്റർ എന്നാണ്. ഇതൊരു ബേർഡ്സിൻ്റെ സാങ്ച്വറിയാണ്. ഇതൊന്നിന് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് ഒരു വിൻ്റർ സീസണിലായിരിക്കും ഇത് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം അല്ലാത്ത ടൈമിൽ നല്ല ചൂടാണ്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ വ്യൂസ് ആയിട്ടാണ് ഇവിടെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടിന് 15 dirhams കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ എല്ലാ ടൈമിലും ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ പോയ അതേ ദിവസം തിരക്കില്ലായിരുന്നുകൊണ്ട് അവർ അകത്തുനിന്ന് തന്നെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 ഫാമിലി ആയിട്ടായിരുന്നു ട്രിപ്പ് പോയത്. അപ്പം വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിനി ഇൻഡോർ വ്യൂസിൻ്റെ അത് വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനിഷ്ടം നിറയെ ഇങ്ങനെ ഗ്രീനറിയാണ്, നല്ല രസമാണ്. അപ്പം വിൻ്റർ സീസണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളായിട്ട് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻഡോർ ഇതിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ബേർഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കേട്ടോ, ഞാൻ ഇവിടെ അഡൽറ്റിന് 15 dirhams, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പം അകത്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഉള്ളിലാണ് നമുക്ക് ഇങ്ങനെ ഇതിനെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം പലതരത്തിലുള്ള ഒരുപാട് ബേർഡ്സിൻ്റെ ഞങ്ങളിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്യും. അതിനെക്കുറിച്ച് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡായിട്ട് പേരും എൻ്റെ ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ നോക്കി അവർക്ക് ഇഷ്ടപ്പെടും ഇതിനെയൊക്കെ കാണാനും ഒക്കെ. കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്.
ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൈം നവംബർ തൊട്ട് ഫെബ്രുവരി, ജനുവരി ആ ഒരു വിൻ്റർ സീസൺ ടൈമിലാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡോറിൻ്റെ ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി ഔട്ട്ഡോർ വ്യൂസ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് ആണെങ്കിൽ ഒരു വണ്ടിയുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം നടന്ന് പോകാൻ പറ്റുന്നവർക്ക് നടന്ന് വേണമെങ്കിൽ, പക്ഷേ 5-6 കിലോമീറ്റർ ഉണ്ട്. കുട്ടികളെയും കൊണ്ടൊക്കെ നമുക്ക് നടക്കാൻ പാടാണ്. പിന്നെ ഈ വിൻ്റർ സീസൺ ടൈമിലാണെങ്കിൽ അഡൽറ്റിന് മാത്രമായിട്ടാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ല കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു വണ്ടിയുണ്ട്, നമുക്കതിനകത്ത് ഓപ്പണായിട്ട് ഉള്ളതാണ്. അപ്പം അവരത് ചുറ്റും റൗണ്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൻ്റെ വ്യൂസ് എല്ലാം കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ അധികം കാഴ്ചകളൊന്നും ഉണ്ടായില്ല. കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് മാനുകളെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നൊരു ബേർഡ്സ് ഒബ്സർവേഷൻ യൂണിറ്റ് ഉണ്ട്. അവിടെ ഒരു ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ മറ്റേ ലേക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ബേർഡ്സിനെ നമുക്ക് കുറച്ചുകൂടെ അടുത്തായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞ ബേർഡ് ഒബ്സർവേഷൻ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കുറച്ച് നേരം വണ്ടി നിർത്തിയിടും. അപ്പോൾ നമുക്കത് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് വരാം. അപ്പോൾ നമുക്ക് ബേർഡ്സിനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ ബൈനോക്കുലറിൽ കൂടെ ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യാണ്. ബേർഡ്സിൻ്റെ ഒബ്സർവേഷൻ പോയിൻ്റ് നമ്മൾ വീണ്ടും തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സിറ്റിലെത്തിയിട്ട് നമ്മളൊരു അതിനെ ഫുള്ള് റൗണ്ട് ചെയ്ത് നമ്മൾ വന്നു. ഇപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ വരെയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ 15 ദിർഹംസേ ഉള്ളൂ. UAE-യിൽ ഷാർജ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഡേ ട്രിപ്പായിരുന്നു. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 4 മണി 10 to 4 ടൈമിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചു പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വരെയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.